ഏകദിന സന്ദർശനത്തിനായി എത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വീകരണം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ബിജെപി നേതാക്കളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. PM ജൻവികാസ് കാര്യക്രം പരിപാടിയുടെ അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നു. പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പിന്നെ ആരോഗ്യരംഗത്ത് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പരിപാടിയിൽ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. അവിടെ പലപ്പോഴും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാവില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്കിൽ ട്രെയിനിങ്ങിന്റെ നിങ്ങൾക്കറിയാം, അത് ഇപ്പോഴേ കിരൺ റിജിജു വളരെ നല്ലൊരു പ്രോഗ്രാം പ്രധാനമന്ത്രി വികാസ് എന്നുള്ള രീതിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അത് 100% കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാന വികസന രംഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് 2018 ഈ PMJVK ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായി. അപ്പൊ ഞങ്ങളുടെ ഒരു പണിയായിരുന്നു ജില്ലകളിൽ പോയിട്ട് ഇത് എത്രമാത്രം നടപ്പിലാക്കുന്നുണ്ട്. തുടക്കത്തിലാണ് അന്ന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് തിരഞ്ഞെടുക്കണം ഏത് ജില്ലയിൽ നടപ്പിലാക്കണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യം ഇടുക്കിയിലും മലപ്പുറത്തുമായിരുന്നു. അത് കഴിഞ്ഞ് ഏത് ബ്ലോക്കുകൾ തിരഞ്ഞെടുക്കണം, അങ്ങനെ ചില നിയന്ത്രണങ്ങളുണ്ടായി. ആ ജില്ലയിൽ 15% ന്യൂനപക്ഷക്കാരുണ്ടായിരിക്കണം. 25% 25% ന്യൂനപക്ഷക്കാരുണ്ടായിരിക്കണമെന്നായിരുന്നു അന്നത്തെ നിബന്ധന. അത് ഉപയോഗിച്ച് വന്ന അവസരത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ 2002, 2023 ആ നിബന്ധനകളെല്ലാം എടുത്തു കളഞ്ഞു. ഏത് ജില്ലയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മാത്രമല്ല ആ ജില്ലയിൽ മുഴുവൻ 25% ന്യൂനപക്ഷക്കാരുണ്ടാകണമെന്നില്ല. അതിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ, അതായത് ഒരു സ്ഥാപനം നിങ്ങൾ നിർമ്മിക്കുന്ന അവസരത്തിൽ അതിന്റെ ക്യാച്ച്മെന്റ് ഏരിയ എന്നാണ് പറയുന്നത്. ഏരിയയില്, അതായത് 15 കിലോമീറ്റർ ചുറ്റളവില് 25% ന്യൂനപക്ഷക്കാരുണ്ടായാൽ മതി.